അതെ, ഇനി നിൻ്റെ കെട്ടുകല്യാണത്തിൻ്റെ വീഡിയോ എന്ത് ചെയ്യുന്ന ആരും ചോദിക്കണ്ട കേട്ടോ. ഇതാണത്. ഇതെൻ്റെ ചേച്ചിയും ആങ്ങളെയും ചേച്ചീൻ്റെ ഹസ്ബൻഡും ആണ് കേട്ടോ. ഇത് എൻ്റെ പപ്പയും മമ്മിയും. ഇത് ചേട്ടായിൻ്റെ അപ്പച്ചനും അമ്മച്ചി. എൻ്റെ തലയൊക്കെ ആകെ കോലം കെട്ടിയിട്ടാണ് ഒരുക്കിയേക്കണേ. എനിക്ക് തന്നെ കണ്ടിട്ട് കലി വരുന്നു. അങ്ങനെ കെട്ടുകല്യാണത്തിൻ്റെ വീഡിയോ അതാ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ. പറയാൻ ഇഷ്ടം പോലെ കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. നിങ്ങളും കണ്ടുപിടിക്കും ഇഷ്ടം പോലെ. അവസാന വീഡിയോ ഒന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം 10-12 വർഷം മുന്നുള്ള വീഡിയോയാണ്. അന്ന് നമ്മൾ CD ആക്കിയെങ്കിലും പിന്നെ നമ്മളത് ഒരു പ്രാവശ്യമല്ലാതെ രണ്ടാമതൊരു വട്ടം കണ്ടുമില്ല. അതങ്ങനെ ഇരുന്ന് നാശമായിപ്പോയി. ഇതെല്ലാം ഇവിടെ ചേട്ടായിൻ്റെ ബന്ധുക്കാരാണ് കേട്ടോ, സ്വന്തക്കാരാണ് കേട്ടോ, അയൽവക്കക്കാരും എല്ലാവരും ഉണ്ട്. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തതിലെന്ന് വെച്ചാൽ നല്ല ഫോൾട്ടുണ്ട്. കുറ്റം പറയാതിരിക്കാനാവില്ല, എന്നാൽ പറയാനും പറ്റൂലാത്ത അവസ്ഥ. കാരണം ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഒരു ഫയലിലും എങ്ങനെയാണ് തുടക്കവും അവസാനവും ഉണ്ടാവും. ചിലപ്പോൾ പകുതി അവസാനം ഉണ്ടാവും, ചിലപ്പോൾ തുടക്കവും പകുതി അവസാനം ഉണ്ടാവും, അല്ലാണ്ട് ഇടഭാഗങ്ങൾ ഉണ്ടാവില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് പറയും ഞാൻ ഇങ്ങനെ ഒരു പരുവത്തിലാക്കി എടുത്തത്. അപ്പോൾ ഇത് മധുരം വെക്കുന്ന സീനാണ് കേട്ടോ. ചേട്ടായിൻ്റെ വീട്ടിൽ വളരെ ഫാസ്റ്റായിട്ട് ഞാനിത് എടുത്തത്. കാരണം കണ്ട് ബോറടിക്കേണ്ട, കാണാൻ താല്പര്യമുള്ളവർക്കൊരു ബോറടി ആവണ്ടെന്ന് ഓർത്തിട്ട്. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഫോട്ടോയാണ് എടുത്തത്. ഇവരാണ് ചേട്ടായിൻ്റെ വീട്ടിൽ നിന്നാണ് വീഡിയോ എടുത്തത്. തലേ ദിവസം മധുരം വെക്കുന്നതിന് മുമ്പ് സന്ധ്യാപ്രാർത്ഥനയാണ് ഈ കാണുന്നത്. ബന്ധുക്കാരും അയൽവക്കക്കാരും ഒക്കെ കൂടിയിട്ട് അമ്മച്ചി അപ്പച്ചനും കൂടെയാണ് മധുരം വെക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ചേട്ടനെ പള്ളിയിലേക്ക് ഒരുക്കി വിടുകയാണ്. ഇത് ചേച്ചിമാരുടെ ആങ്ങളമാരാണ്. ഒത്തുകല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ടോ. എന്നിട്ടൊന്ന് സേവ് ചെയ്യാൻ നോക്കുമ്പോൾ ആവുന്നില്ല. പിന്നെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് അത് പിന്നെയും എഡിറ്റ് ചെയ്തിട്ടാണ് ഒന്ന് അപ്ലോഡ് ചെയ്തത്. ഇവിടെ നല്ല വിറ്റാണോ. ചേട്ടായിക്ക് പള്ളിയിലേക്ക് പോകാൻ കാറൊക്കെ ഒരുക്കി വെച്ച്, പക്ഷെ ചേട്ടായി അത് കണ്ടില്ല. കിട്ടിയ വണ്ടി കയറി പള്ളിയിൽ പോയി. നിങ്ങളിവിടെ നോക്കുമ്പോൾ എന്നെ കാണില്ല. അതും പറയാൻ ഒരുപാടുള്ള സീനാണ്. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു 8 മണിയാകുമ്പോഴത്തേക്കും പള്ളിയിൽ പോകണം, 8 മണിയാകുമ്പോഴത്തേക്കും പള്ളിയിലെത്തണം. കാരണം യാക്കോബക്കാരുടെ ഒരു കല്യാണം കൂടി ഒരാൾക്ക് മനസ്സിലാവും. എത്ര നേരം ക്ഷമയോടെ നിന്നാലാണ് ആ കല്യാണം കൂടാൻ പറ്റുകയെന്നറിയോ. പക്ഷേ 8 മണിക്ക് എന്നെ പള്ളിയിൽ എത്തിച്ചില്ല. എന്നെ ഒരുക്കാനാണോ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകാനാണോ ഇത്ര സമയം എടുത്തതെന്ന് ചോദിക്കരുത്. ഒന്നുമല്ല, എന്തൊക്കെയോ കാണിച്ച് കോലം കിട്ടിയാണ് വന്നത്. കുർബാന കഴിയാനായപ്പോഴാണ് ഞാൻ പള്ളിയിലെത്തിയത്. അതുവരെ ചേട്ടായി എന്നോട് പറയുന്നുണ്ടായിരുന്നു എന്നെ പറ്റിച്ചോന്ന് വരെ ഞാൻ ഓർത്തു പോയിന്ന്. കാരണം അന്ന് 2 കല്യാണം ഉണ്ടായിരുന്നു. 2 കല്യാണത്തിൻ്റെ മണവാട്ടിയും വന്നു, മണവാളിനും വന്നു ചേട്ടായി. എന്നെ മാത്രം കാണാനില്ല. എൻ്റെ കല്യാണത്തിന് എൻ്റേതായ സാധനങ്ങൾ സെലക്ട് ചെയ്തൊന്നും ഞാനല്ല കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ സാരി, മാല. സാരി ചേട്ടാൻ്റെ ഇഷ്ടത്തിനാണ് എടുത്തത്. ഞങ്ങളുടെ കല്യാണം, യാക്കോബറ്റുകാരുടെ കല്യാണം എന്ന് വെച്ചാൽ പറയാനുള്ളത് പ്രഭാത നമസ്കാരം മുതൽ കുർബാന അനുഭവിക്കുന്നത് വരെ, പിന്നെ ആ ഫുൾ കുർബാനയും കൂടണം, അനുഭവിക്കണമെന്നാണ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ സാധാരണ ഒരു കുർബാനയ്ക്ക് പോകും പോലെയല്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കെട്ടുകല്യാണത്തിന് വേറെ ശുശ്രൂഷകളാണ്. അപ്പം മറ്റ് സഭകൾ എങ്ങനെയാണെന്നറിയില്ല, എങ്കിലും ഞങ്ങളുടെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ മിനിമം 3-3.5 മണിക്കൂർ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കണം. അതുകൊണ്ട് തന്നെ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു സാരി വാഴ്ത്തുന്നത്, മാല വാഴ്ത്തുന്നത് എനിക്ക് ഈ സഭേൻ്റെ കീഴിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. കാരണം ഓരോന്നും നമുക്ക് അത്രയും വാഴ്ത്തിയാണല്ലോ നമുക്ക് തരുന്നത്. അത്രയും സമയം എടുത്ത് അതിൻ്റേതായ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയിട്ടാണല്ലോ നമ്മളിലേക്ക് എത്തുന്നത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത്രയും ക്ഷമ വേണം. ഇതൊക്കെ 2-3 പ്രാവശ്യം കേട്ടോ വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. 2-3 പ്രാവശ്യം ഞാൻ കട്ട് ചെയ്ത് മടുത്തൊരു കാര്യമാണ്. അന്ന് 2 കല്യാണം ഉള്ളതുകൊണ്ട് 2 അച്ഛന്മാരുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടവകയിൽ 2 കുർബാനയുള്ളത് കൊണ്ട് 2 അച്ഛന്മാർ സ്ഥിരമായിട്ടുണ്ടാവും കേട്ടോ. ഈ കല്യാണ വീഡിയോ എടുത്ത് പൈസ ചിലവാക്കുന്ന വെറും മണ്ടത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മളത് ഒറ്റ പ്രാവശ്യം കാണും, പിന്നെ അത് എടുക്കൂല, പിന്നെ ചിലപ്പോൾ സ്ക്രാച്ച് വീണ് അല്ലെങ്കിൽ പിള്ളേരെ ഒടിച്ച് കളഞ്ഞാൽ നശിപ്പിച്ച് നാശാക്കി കളയും.
അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബിലോ എവിടെയെങ്കിലും ഒന്ന് ഫയലായി നമുക്ക് എന്തെങ്കിലും ഒരിക്കൽ കാണാൻ പാകത്തിന് സൂക്ഷിക്കുന്നവരാണെങ്കിൽ എടുക്കുന്നതിൽ ഒരു രസമുണ്ട്. എന്നെ ഒരുക്കിയതും ആകെ കുളം കുത്തിയിട്ടാണ്. പിന്നെ അതും പോരാണ്ട് നമുക്ക് നെറ്റ് വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു മണവാട്ടിയായിട്ട് ഒരുങ്ങിയിട്ട് വരുമ്പം നെറ്റ് വെച്ചിങ്ങ് ഒരുങ്ങി വന്നു. അപ്പം അത് സമയമായപ്പം ഊരിച്ചു. 2 മണവാട്ടുകാരെ കൊണ്ട് ഊരിച്ചു. മാല വാഴ്ത്തുന്ന ശുശ്രൂഷയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടായിക്ക് പിന്നെ എനിക്ക്. മുടിയൊക്കെ കെട്ടിയതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് ആകെ സങ്കടമാണ്. കാരണം നമ്മൾ രാത്രിയിൽ പിന്നി കെട്ടി വെക്കൂലേ, അതുപോലെയൊക്കെ ആണുള്ളത്. അന്ന് എനിക്ക് സ്വന്തമായിട്ടൊന്ന് ഒരുങ്ങാൻ അറിയുമായിരുന്നു, ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചേനെ. എന്നെ എന്തൊക്കെയോ കോലം കിട്ടിച്ചു എന്ന് പറയാം. എനിക്ക് കാണുമ്പോൾ സങ്കടമാവുന്നു. അങ്ങനെ ചേട്ടായി താലി കെട്ടിയ സീൻ വരെയുണ്ട്. പിന്നെ അടുത്ത മന്ത്രകോടി ഇടുന്നതാണ്. ഞങ്ങൾക്ക് മോതിരം കയ്യിലിട്ട് തരുന്നത് അച്ഛനാണ്, താലി വെച്ച് തരുന്ന അച്ഛനാണ്, മാല ഇട്ട് തരുന്ന അച്ഛനാണ്, താലി കെട്ടുന്നത് ചേട്ടായി ആയിരിക്കും കേട്ടോ. ഓരോ ഇതിലും ഓരോ ചടങ്ങല്ലേ. അപ്പോൾ ഇത്രയും വീഡിയോയെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ടാറ്റാ.